ഹേ ഗായ്സ്! കഴിഞ്ഞിടയ്ക്ക് തമിഴ്നാട്ടിലുള്ള തേങ്ങാപ്പട്ടണം ഹാർബർ വരെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമ്മൾ വൈകുന്നേരം സമയമാണ് പോയത്. അപ്പോൾ അവിടെ മീനുകളൊന്നും കാണാൻ കിട്ടിയില്ലായിരുന്നു. പക്ഷേ അവിടെ അന്ന് രാത്രിത്തേക്ക് കടലിലേക്ക് പോകാൻ റെഡിയാക്കി ഇട്ടിരിക്കുന്ന ബോട്ടുകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കൺവെയർ ബെൽറ്റ്. ഇതിലൂടെയാണ് ഐസ് മുഴുവനും ഈ ബോട്ടുകളിലേക്ക് നിറയ്ക്കുന്നത്. അപ്പം രാത്രി പിടിക്കുന്ന മീനുകൾ ഈ ഐസിലാണ് പ്രിസർവ് ചെയ്ത് പിറ്റേന്ന് രാവിലെ കടപ്പുറത്ത് കൊണ്ടുവരുന്നതും പിന്നെ ഇവിടുന്ന് ലേലം ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതും ഈ കാണുന്ന വണ്ടികളിലൊക്കെ ഉള്ളത് ഈ വലിയ ഐസ് ബ്ലോക്സ് ആണ്. ഇതുപോലെ പൊടിച്ച് കൺവെയർ ബെൽറ്റിലൂടെ കയറ്റി ബോട്ടുകളിലേക്ക് നിറയ്ക്കുവാണ്. ഹാർബറിൽ ഇപ്പോഴും ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതേ കാണുന്നില്ലേ, കടലിലേക്ക് അവർ ഒരുപാട് കല്ലുകൾ ഇതുപോലെ ഇറക്കുന്നുണ്ട്. ഒരുപാട് JCB ഒക്കെ അവിടെ പണിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സുനാമി വന്നപ്പോഴത്തേക്കും ഈ കടപ്പുറം ഒരുപാട് അഫക്റ്റ് ആയതാണ്. അപ്പം ഈ കടലിന്റെ ഇത് കുറയ്ക്കാനായിട്ട് ഒരുപാട് പുലിമുട്ടുകൾ ഇതുപോലെ തീരത്തൊക്കെ ഇറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബീച്ചിലൂടെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതുപോലെ കുറച്ച് പപ്പീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാഴ്ച കണ്ടു. ഈ കാണുന്നതാണ് പഫർ ഫിഷ്. അപ്പം പണ്ടൊക്കെ കടപ്പുറത്ത് പോകുമ്പം ഇതുപോലെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇതിപ്പോൾ ഈ മീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ വീർത്ത് വരും. ഇതിപ്പോൾ ഒരു വാട്ടർ ബലൂൺ പോലെയാണ് കിടക്കുന്നത്. ചത്തുപോയിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കാൻ വരുന്ന കാക്കകളോ മറ്റോ ഒന്നും ഇതിൽ തൊട്ടുപോലും നോക്കുന്നുണ്ടായിരുന്നില്ല. അതങ്ങനെ തീരത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ബീച്ചിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ശംഖുകളും ചിപ്പികളും ഒക്കെ പറക്കി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലിരുന്ന് അവിടെ സൺസെറ്റ് ഒക്കെ കാണുന്നത് വരെ ഉണ്ടായിരുന്നു.